ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇതുപോലെ ക്യൂട്ടായിട്ടുള്ള ഒരു ബോ ചെയ്താലോ? വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ബോ ആണിത്. ഇത് നമുക്ക് ഒരുപാട് കളേഴ്സിൽ ചെയ്തെടുക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് ആണ് നമ്മളിത് ചെയ്യുന്നത്. ഇത് നമ്മൾ ഈ ഒരു ഇതിൽ യൂസ് ചെയ്യുന്ന സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ ഡബിൾ ത്രിബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ്. ഈ ഒരു സ്റ്റിച്ച് നിങ്ങൾക്ക് ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് വെച്ചിട്ടും ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് വെച്ചിട്ടും ത്രിബിൾ ക്രോഷ്യ സ്റ്റിച്ച് വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ വളരെ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ബോ ചെയ്യാനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് 4 പ്ലേ ആണും 2.5 mm ഹുക്ക് സെറ്റും ആണ്. അപ്പോൾ ആദ്യം നമുക്കൊരു മാജിക് സർക്കിൾ ചെയ്യാം. ഒരു മാജിക് സർക്കിൾ ചെയ്യാം. ഈ ഒരു സ്പേസിൽ ഇവിടെ ഫിംഗർ പിടിച്ചു കൊടുക്കുക. ഈ 2 ഫിംഗർ കൊണ്ട് ഇതിങ്ങനെ പിടിക്കുക. എന്നിട്ട് ഈ ഒരു ഇതിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് 6 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 1 2 3 4 5 6 ഞാനിവിടെ 6 ചെയിൻ സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ ഡബിൾ ത്രിബിൾ ക്രോഷ്യ ആണ് ചെയ്യുന്നത്. നമ്മൾ ഡബിൾ ക്രോഷ്യക്ക് ഒരു പ്രാവശ്യമാണ് യാൺ ഓവർ ചെയ്യുക. ത്രിബിൾ ക്രോഷ്യക്ക് നമ്മൾ 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്യും. ഡബിൾ ത്രിബിൾ ക്രോഷ്യക്ക് നമ്മൾ 3 പ്രാവശ്യം യാൺ ഓവർ ചെയ്യും. അപ്പോൾ നമ്മൾ ഹുക്കിൽ ഇങ്ങനെ നോക്കുമ്പോൾ 3 പ്രാവശ്യം യാൺ ഓവർ ചെയ്തതും ഇങ്ങനെ 4 ലൂപ്പ് കാണും കേട്ടോ. എന്നിട്ട് യാൺ ഓവർ ചെയ്തിട്ട് ഈ ഒരു സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. അപ്പോൾ ഹുക്കിൽ നമുക്ക് യാൺ ഓവർ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുമ്പോൾ ഹുക്കിൽ നമുക്ക് 1 2 3 4 5 5 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, ഫസ്റ്റ് 2 ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഹുക്കിൽ 4 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, ഫസ്റ്റ് 2 ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, ഫസ്റ്റ് 2 ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഹുക്കിൽ 2 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, ഈ 2 ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളൊരു ഡബിൾ ത്രിബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. വീണ്ടും നമുക്ക് ഇവിടുന്ന് 1 2 3 3 പ്രാവശ്യം യാൺ ഓവർ ചെയ്യുക. പിന്നെ ഈ ഒരു ലൂപ്പ്, അങ്ങനെ ടോട്ടൽ 4 ലൂപ്പാണ് നമുക്ക് ഉണ്ടാവുക. എന്നിട്ട് നമുക്കിങ്ങനെ ഹുക്കിനെ ഈ ഒരു സെൻറ്ററിലേക്ക് മാജിക് സർക്കിൾ ചെയ്ത് ഈ ഒരു സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുമ്പോൾ ഹുക്കിൽ 5 ലൂപ്പ് കിട്ടും. 1 2 3 4 5 5 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്ത് ആദ്യത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഹുക്കിൽ 4 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഹുക്കിൽ 2 ലൂപ്പ് കിട്ടും. വീണ്ടും യാൺ ഓവർ ചെയ്യുക, ഈ 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു ഡബിൾ ത്രിബിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടി. അപ്പോൾ ഇവിടെ നമ്മൾ 6 ചെയിൻ ചെയ്തു, 2 ഡബിൾ ത്രിബിൾ ക്രോഷ്യ സ്റ്റിച്ചും ചെയ്തു. എന്നിട്ട് നമ്മൾ 6 ഡബിൾ ത്രിബിൾ ക്രോഷ്യ സ്റ്റിച്ച് 6 എണ്ണം ചെയ്യണം. അപ്പോൾ നമ്മൾ 2 എണ്ണമാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് മൂന്നാമത്തേത് 3 ടൈംസ് യാൺ ഓവർ ചെയ്ത് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. യാൺ ഓവർ ചെയ്യുക, ബാലൻസ് വരുന്ന 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ 3 എണ്ണമായി. വീണ്ടും 3 ടൈംസ് യാൺ ഓവർ ചെയ്യുക. ഈ ഒരു സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക. യാൺ ഓവർ ചെയ്യുക, ഫസ്റ്റ് 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. യാൺ ഓവർ ചെയ്യുക, ഫസ്റ്റ് 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. യാൺ ഓവർ ചെയ്യുക, ഫസ്റ്റ് 2 ലൂപ്പിലൂടെ എടുക്കുക. വീണ്ടും യാൺ ഓവർ ചെയ്യുക, ലാസ്റ്റ് ഈ 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമുക്കിവിടെ 1 2 3 4 4 എണ്ണം ചെയ്തു. ഇനി നമുക്ക് 5th 1 3 ടൈംസ് യാൺ ഓവർ ചെയ്യുക. സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. നമുക്ക് 4 പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്കൊരു ഡബിൾ ത്രിബിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടും. അപ്പോൾ നമ്മൾ 1 2 3 4 5 5 എണ്ണം ചെയ്തു. വീണ്ടും നമുക്ക് 3 ടൈംസ് യാൺ ഓവർ ചെയ്ത് ഈ ഒരു സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക. യാൺ ഓവർ ചെയ്യുക, ആദ്യത്തെ 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും യാൺ ഓവർ ചെയ്യുക, ആദ്യത്തെ 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ എടുക്കുക. വീണ്ടും യാൺ ഓവർ ചെയ്യുക, ലാസ്റ്റ് 2 ലൂപ്പിലുണ്ടാവും. ഈ 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക.
അപ്പോൾ നമ്മളിവിടെ 6 ചെയിൻ ചെയ്തു. പിന്നെ ഡബിൾ ട്രിപ്പിൾ ക്രോഷ്യ നമ്മൾ 1 2 3 4 5 6 എത്ര 6 പ്രാവശ്യം ഡബിൾ ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്കിവിടെ 5 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 1 2 3 4 5 5 ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. ഇനി ഈ ഒരു സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക. അപ്പോൾ നമുക്കിവിടെ 2 ലൂപ്പ് കിട്ടും. ഈ ഒരു ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. നമ്മളൊരു സ്ലീപ്പ് സ്റ്റിച്ചാണ് ചെയ്തത്. ഒരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ബോൻ്റെ ഒരു പെറ്റിൽ 2 പെറ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ഒരു പെറ്റിൽ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇതേ സെയിം പെറ്റിൽ വെച്ചിട്ട് നമുക്ക് ഫ്ലവർ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളൊരു ബോ ആണ് ചെയ്യുന്നത്. ഈ സെയിം പാറ്റേൺ തന്നെ യൂസ് ചെയ്തിട്ട് ഇപ്പം ബോക്ക് നമ്മൾ 2 പെറ്റിലാണെങ്കിൽ 5 പെറ്റൽ യൂസ് ചെയ്തിട്ട് നമുക്ക് ഫ്ലവറും ഉണ്ടാക്കാം കേട്ടോ. ഇനി നമുക്ക് വീണ്ടും 5 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 1 2 3 4 5 5 ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് 3 പ്രാവശ്യം യാൺ ഓവർ ചെയ്യാം. 3 പ്രാവശ്യം യാൺ ഓവർ ചെയ്തിട്ട് ഈ ചെയിൻ സ്പേസിലേക്ക് ഈ ഒരു സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക. നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ നമുക്ക് ആദ്യം 2 ലൂപ്പിനുള്ളിലൂടെ എടുക്കാം. വീണ്ടും 2 ലൂപ്പിനുള്ളിലൂടെ എടുക്കുക. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. പിന്നെ ടോട്ടൽ ലാസ്റ്റ് 2 ഉണ്ടാവും, 2 ലൂപ്പ് ഉണ്ടാവും. ഈ 2 ലൂപ്പിലൂടെ യാൺ ഓവർ ചെയ്ത് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ ഒരു പെറ്റലിലെ ഫസ്റ്റ് ഡബിൾ ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഈ ഒരു ടൈലൻഡ് ഉണ്ടല്ലോ, ഈ ടൈലൻഡ് ഒന്ന് വലിച്ച് ചെറുതാക്കി കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഹോള് ചെറുതായി കിട്ടും കേട്ടോ. ഈ ഒരു ടൈലൻഡിൻ്റെ ഇങ്ങനെ ഈ ഒരു കെട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം നമ്മൾ എപ്പോഴും ഇങ്ങനെ പിടിക്കണേ. അല്ലെങ്കിൽ ഇത് ഈ ഒരു ഭാഗം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ചസ് ഈ ഒരു യാണ് വലിച്ചിട്ട് ടൈറ്റ് ആക്കാൻ പറ്റൂല. അപ്പോൾ ഈ ഒരു യാണ് ഇങ്ങനെ എപ്പോഴും ഈ ഒരു ഭാഗത്തേക്ക് ടൈലൻഡ് ഇങ്ങനെ നിൽക്കെടുക്കണം കേട്ടോ. വീണ്ടും നമുക്ക് 3 പ്രാവശ്യം യാൺ ഓവർ ചെയ്യുക. സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് യാൺ ഓവർ ചെയ്ത് 2 ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുത്ത് 4 പ്രാവശ്യം എടുക്കുമ്പോൾ നമുക്കൊരു ഡബിൾ ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടും. ഇത് നമുക്ക് ഹാഫ് ഡബിൾ ക്രോഷ്യ വെച്ചിട്ടും ഡബിൾ ക്രോഷ്യ വെച്ചിട്ടും ട്രിപ്പിൾ ക്രോഷ്യ വെച്ചിട്ടും ഒക്കെ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഡബിൾ ട്രിപ്പിൾ ക്രോഷ്യ വെച്ചിട്ടാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മെഷർമെൻറ്റിൽ ചേഞ്ച് വരും. ഒരു കുഞ്ഞ് പോവാൻ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സെയിം പാറ്റേൺ തന്നെ ചെയ്യുക. എങ്ങനെ വെച്ചാൽ ആദ്യം നമുക്ക് സർക്കിൾ ചെയ്യാം, മാജിക് സർക്കിൾ ചെയ്യാം. അതിന് ശേഷം നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ ആണെങ്കിൽ 2 ചെയിൻ ചെയ്യാം. ഡബിൾ ക്രോഷ്യ ആണെങ്കിൽ 3 ചെയിൻ ചെയ്യുക. ട്രിപ്പിൾ ക്രോഷ്യ ആണെങ്കിൽ 4 ചെയിൻ ചെയ്യുക. അങ്ങനെ നമ്മൾ ഇപ്പം ഡബിൾ ട്രിപ്പിൾ ക്രോഷ്യ ആയതുകൊണ്ട് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ 6ഉം ബാക്കി എല്ലായിടത്തും നമ്മൾ 5 ചെയിനുമാണ് ചെയ്യുന്നത്. നമുക്ക് ഒന്നുകൂടി ചെയ്യാം. പിന്നെ ഈ സെൻറ്ററിൽ നമ്മൾ ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുന്നതിന് പകരം ഏത് സ്റ്റിച്ചാണോ നിങ്ങൾ ചെയ്യുന്നത്, ഹാഫ് ഡബിൾ ക്രോഷ്യ ആണെങ്കിൽ ഹാഫ് ഡബിൾ ക്രോഷ്യ 6 എണ്ണം ചെയ്യുക. ഡബിൾ ക്രോഷ്യ ആണെങ്കിൽ ഡബിൾ ക്രോഷ്യ 6 എണ്ണം ചെയ്യുക. അങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ആദ്യം ചെയിന് 5 എണ്ണം ചെയ്തു. 1 2 3 4 5 6 6 ഡബിൾ ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് ഇവിടുന്ന് 1 2 3 4 5 സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ഈ ഒരു സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുമ്പോൾ നമുക്ക് ഹുക്കിൽ 2 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, ഈ 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്കിവിടെ നമ്മൾ 2 പെറ്റൽസ് റെഡി ആയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഈ ഒരു ടൈലൻഡ് ഉണ്ടല്ലോ, ഈ ഒരു ടൈലൻഡ് വലിച്ചു കൊടുക്കുക. അപ്പോൾ വലിച്ച് ടൈറ്റ് ആക്കുമ്പോൾ നമുക്ക് ഈ ഒരു സെൻറ്ററിലുള്ള സർക്കിൾ പോയി കിട്ടും. ഇനി നമ്മളവിടെ ബോൻ്റെ 2 പെറ്റൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് 4 പെറ്റലോ 5 പെറ്റലോ ഒക്കെ ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു സെയിം പ്രോസസ്സ് തന്നെ യൂസ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഇവിടെ കുറച്ച് ടൈലൻഡ് അധികം എടുത്തിട്ട് നമുക്ക് യാൺ കട്ട് ചെയ്യാം. അധികം എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ ട്വിസ്റ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ കുറച്ചധികം നമുക്ക് ട്വിസ്റ്റ് ചെയ്യാൻ വലുപ്പത്തിൽ നമുക്ക് എടുത്തിട്ട് യാൺ കട്ട് ചെയ്യാം. അതിന് ശേഷം നമ്മൾ യാൺ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള അത് യാണിങ്ങനെ മുകളിലേക്ക് വലിച്ചു കൊടുക്കുക. ഇങ്ങനെ വലിച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ചധികം വലിക്കാനുണ്ടാവും. നമ്മൾ ടൈലൻഡ് എടുത്തതുകൊണ്ട് കുറച്ചധികം എടുത്തതുകൊണ്ട് വലിച്ച്
കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ടൈറ്റാക്കി കൊടുക്കുക. നമ്മൾ ഈ ഒരു സെൻറ്ററിൽ അതും ആ പൊസിഷനും ടൈറ്റാക്കുക. അതിന് ശേഷം നമുക്ക് ഇതിങ്ങനെ ഈ ഒരു സെൻറ്ററിലേക്ക് ഈ ഒരു ഭാഗം ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. അത് നമുക്ക് സെയിം കളർ തന്നെ യൂസ് ചെയ്യണമെന്നില്ല കേട്ടോ. നമുക്ക് സെൻറ്ററിൽ വേറെ കളർ വെക്കണമെങ്കിൽ നമുക്ക് വേറെ കളർ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു സെയിം കളർ തന്നെയാണ് യൂസ് ചെയ്ത് വെക്കുന്നത്. അതുകൊണ്ട് ഈ സെയിം കളർ കൊണ്ട് തന്നെ നമുക്കിങ്ങനെ ചുറ്റി കൊടുക്കാം. ചുറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ബാക്ക് സൈഡിലേക്ക് വെക്കാം. ബാക്ക് സൈഡിലേക്ക് വെച്ചിട്ട് ഈ ഒരു 2 ടൈലൻറ്റും കൂട്ടിയിട്ട് നമുക്ക് നല്ല ടൈറ്റിൽ കെട്ടി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു ടൈലിനെ ഒരു യാണിനെ നമുക്കിങ്ങനെ കുറച്ച് ഇതിൻ്റെ ഉള്ളിൽ കൂടി എടുത്തിട്ട് പിന്നെ വീണ്ടും നമുക്ക് 1 2 3 പ്രാവശ്യം നല്ല ടൈറ്റിൽ കെട്ടി കൊടുക്കാം. ഉണ്ടോ? ഈ ആണ് നമുക്ക് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് കീ ചെയിനൊക്കെ ആയിട്ട് ഹാങ്ങിങ് ഒക്കെ ആയിട്ട് ബാഗിലൊക്കെ ഹാങ് ചെയ്ത് വെക്കാനും ഒക്കെ നമുക്ക് പറ്റും. ഇതിങ്ങനെ നമുക്കിങ്ങനെ ഹാങ്ങിങ് ഒക്കെ ആക്കി വെക്കാൻ പറ്റും. അല്ല ബോ ആയിട്ട് യൂസ് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഈ വരുന്ന 2 യാണ് ബാലൻസ് വരുന്ന യാണ് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ആക്കുകയാണെങ്കിൽ നമുക്ക് ക്ലിപ്പിലും പിന്നെ കുട്ടികളെ ഫ്രോക്കിൽ അതുപോലെ ഡ്രസ്സിലൊക്കെ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ ബോയ്സിൻ്റെ ഡ്രസ്സിലൊക്കെ ബോ ആക്കിയിട്ട് ബോ ടൈ ആക്കിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഒരുപാട് ഇതിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു ബോ ആണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കുക.